ഹേ ഗായ്സ്, നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡെസേർട്ട് നമ്മൾ ഒന്ന് ട്രൈ ചെയ്തോന്നേ. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിടുക്കാച്ച് ടേസ്റ്റ് ആയിരുന്നു മക്കളെ, കിടുക്കാച്ച് ടേസ്റ്റ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾ അറിയണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കനം കുറച്ചിട്ട് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞു കൊടുക്കാം. അങ്ങനെ നമ്മുടെ പഴമൊക്കെ ഇവിടെ അരിഞ്ഞ് നമ്മൾ എടുത്ത് മാറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഒരു പാനിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം ഈ ബനാനാസൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേനും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നല്ല സൂപ്പറായിട്ടുള്ളൊരു മണം വരും. അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. നമ്മുടെ ബനാനാസൊക്കെ ഈ ഒരു നെയ്യിൽ കിടന്നിട്ടൊന്ന് മൊരിയുമ്പോഴുള്ള അടിപൊളിയായിട്ടുള്ള ആ മണത്തെ പറ്റിയാട്ടോ ഇവിടെ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബനാനാസൊക്കെ ഇവിടെ ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നേരത്തെ ചീകി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പിടി ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ശർക്കര നമുക്ക് പൊടിച്ചിട്ടായാലും ചേർത്ത് കൊടുക്കാവേ. അതിനുശേഷം നമ്മൾ 1 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ശർക്കരയൊക്കെ ഒന്ന് വറ്റിയിട്ട് നമ്മുടെ ബനാനാസിലൊക്കെ ഒന്ന് പിടിക്കുന്നതോടെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോക്കനട്ട് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കോക്കനട്ടും കൂടി ഈ ഒരു ശർക്കരയിലും ബനാനാസിലൊക്കെ ഒന്ന് പിടിക്കുന്നതോടെ വരെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സൂപ്പറായിട്ടുള്ള ഈ ഒരു ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ ഇതിനകത്ത് റമ്മൊക്കെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതിനകത്ത് അതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മുടെ സൂപ്പർ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ വാനില ഐസ്ക്രീം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാൻ തോന്നുന്നുണ്ടോ? എങ്കിൽ വേഗം പോയി ഉണ്ടാക്കിക്കോളൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഉണ്ടാക്കി കൊടുത്തിട്ട് അവരോട് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു നോക്ക്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ടേസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.